എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. നമ്മൾ മിഡ് പോയിന്റ് തിയറം ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഒരു ചോദ്യം. ഇൻ ദി ഫിഗർ പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ ബി ആൻഡ് പി ക്യു പെർപെൻഡിക്കുലർ ടു ബി സി. Prove that PQ is equal to half AC. And second part, prove that PA equal to PB equal to PC. Third part, prove that the circumcenter of the right triangle is the midpoint of the hypotenuse. അപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്നുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് ആണ്, ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് പി. പി ക്യു ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഇതാണ്. പി ക്യു എ സിയുടെ ഹാഫ് ആണെന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് പി എയും പി ബിയും പി എയും പി സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ഈസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടീസ് ഓഫ് ദി ട്രയാങ്കിൾ. പിന്നെ പറയേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഈസ് ദി സർക്കംസെന്റർ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ തുടങ്ങിയാലോ. ഒന്നാമത്തെ കേസിൽ പി മിഡ് പോയിന്റ് ആണ് നമുക്കറിയാം. അപ്പോൾ പി മിഡ് പോയിന്റ് ആണ്. പി ക്യു ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പി സി ബി ക്യുക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്. ഇതും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്നതുകൊണ്ട് പി ക്യു പാരലൽ ടു എ സി ആവും. സിൻസ് പി ക്യു പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് എ സി പെർപെൻഡിക്കുലർ ടു ബി സി, വി ഹാവ് പി ക്യു പാരലൽ ടു എ സി. പി ക്യു എ സിക്ക് പാരലൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റു രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാരലലാണ് ഇത്. കൂടാതെ ഇതിനെ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പി മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ക്യൂ എന്തായിരിക്കും? ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യൂ ഈസ് ദി therefore ക്യൂ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. കാരണം ഈ ലൈൻ ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ മറ്റു രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ. അപ്പോൾ ക്യൂ മിഡ് പോയിന്റ് ആണ് കിട്ടി. ഓക്കെ ആണല്ലോ. ക്യൂ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് പി ക്യു. അപ്പൊ പി ക്യു എന്ന് പറയുന്നത് എ സിയുടെ ഹാഫ് ആണ്. കാരണം നമ്മൾ മിഡ് പോയിന്റ് തിയറം പഠിച്ചിട്ടുണ്ട്. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് എ സി ആണ്. എ സിയുടെ ഹാഫ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് പാർട്ട് എന്താ? പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി. പി ബിയും പി എ ഈക്വൽ ആണെന്ന് പറയാം. കാരണം എന്താ? പി മിഡ് പോയിന്റ് ആണ്. പി ബി ഈക്വൽ ടു പി എ ആണ്. ഇനി പി സി നോക്കാം. നമുക്ക് പി സി അങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ നോക്കിയത് ഇവിടെ ഒരു രണ്ട് ട്രയാങ്കിൾ ഉണ്ട് കണ്ടോ. അതില് ക്യൂ മിഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യൂ സി എന്ന് പറയുന്നതും ബി ക്യു എന്ന് പറയുന്നത് ഈക്വൽ ആണ്. കൂടാതെ ഈ പി ക്യു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. കാരണം പി ക്യു പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കണ്ട രണ്ട് ആംഗിൾ സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയ പി ബി ഈക്വൽ ടു പി സി ആയിരിക്കും. അപ്പോൾ പി ബിയും പി സിയും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ടില്ല ഇത്രയും കാര്യമാണ്. കൺസിഡർ ട്രയാങ്കിൾ പി ബി ക്യു ആൻഡ് പി സി ക്യു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പി ബി ക്യു ഈക്വൽ ടു ക്യു സി ബിക്കോസ് ക്യു ഇസ് ദി മിഡ് പോയിന്റ്. പി ക്യു is common for both the triangle and PQB യും PQC യും 90 വീതം because perpendicular. So the triangles are equal. Triangle equal ആണ്. Triangle equal ആണ് എന്താണ്? PB equal to PC ആണ്. അപ്പോൾ PB യും PC equal. കൂടാതെ PB equal to PA ആണെന്ന് അറിയാം. അപ്പോൾ we have a PB equal to PC equal to PA. So second part is proved. PA യും PB യും PC യും ഈക്വൽ ആയി. ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് പാർട്ട് എന്താണ്? ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് സർക്കംസെന്റർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പി എയും പി ബിയും പി സി ഈക്വൽ ആയതുകൊണ്ട് പി സെന്റർ ആക്കി പി എ റേഡിയസ് ആയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ എന്താ സംഭവിക്കുക? പി എയും പി സിയും പി ബി ഈക്വൽ ആണ്. അതുകൊണ്ട് പി എ റേഡിയസ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് സിയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും. ദാറ്റ് മീൻസ് എ ബി സി എന്ന സർക്കിളിന്റെ ട്രയാങ്കിളിന്റെ സർക്കംസെന്റർ ആണ് പി. അപ്പോൾ
ഇതാണ്. Since PA equal to PB equal to PC, when a circle is drawn with P as center and P as radius, it will pass through the point A, B and C. So P is the circumcenter of triangle ABC. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. Prove that in an equilateral triangle, the circumcenter, orthocenter and centroid coincide. Equilateral triangle സർക്കംസെന്ററും സെൻട്രോയിഡും ഓർത്തോസെന്ററും ഒരേ പോയിന്റ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്കറിയാം മീഡിയൻ തന്നെയാണ് ഓൾട്ടിറ്റ്യൂഡ്, അത് തന്നെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയേ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസ് ഈസ് സെൻട്രോയിഡ്. ഇപ്പോൾ മീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്, മീഡിയൻസ് ആണ്. അപ്പൊ മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രോയിഡ് എന്ന് പറയുക. ഇനി അടുത്തത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ഈസ് ദി ഓർത്തോസെന്റർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലോ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ ആ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് മീഡിയൻ തന്നെയാണ്. മീഡിയൻ ഈ സെയിം ആസ് ദി ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് എല്ലാം തന്നെ എന്ത് തന്നെയാണ്, പെർപെൻഡിക്കുലർ അതിന്റെ മീഡിയൻസും തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഓൾട്ടിറ്റ്യൂഡ് ഓർത്തോസെന്ററും ആ പോയിന്റ് തന്നെയായി. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ്. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറും എതിലൂടെ തന്നെ കടന്നു പോകുന്നത്, ഈ മീഡിയന്റെ മുകളിലേക്കൂടെ തന്നെ കടന്നു പോകും. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് സർക്കംസെന്റർ. അതെല്ലാം ഒരേ കേസ്. ഇൻ ദി കേസ് ഓഫ് equilateral triangle, medians, altitudes and perpendicular bisectors of the sides are all same. So orthocenter, circumcenter and centroid are the same. കാരണം ഇതെല്ലാം സെയിം ആണ്. നമ്മൾ 3 കളറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. യെല്ലോ കളറിൽ നമ്മൾ സെൻട്രോയിഡ് മീഡിയൻസ് കാണിച്ചു, പിന്നെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ് കാണിച്ചു, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കാണിച്ചു. എല്ലാം ഒറ്റ പോയിന്റിൽ തന്നെയാണ് വരുന്നത്. കാരണം ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ ഇതെല്ലാം സെയിം ആണ്. So centroid, circumcenter and orthocenter of equilateral triangle are same. Okay. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.